എന്താണ് ഈ സമൂഹത്തോട് ചിന്തിക്കുന്നത്? ഒരു യൂട്യൂബ് കയ്യിലുണ്ടെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചു കളയാമെന്നാണ് ഒരാൾ പറയുന്നത് കേട്ടു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ കാതോലിക്ക ബാബായ്ക്കുള്ളതിനേക്കാൾ സ്വാധീനം എനിക്കാണെന്ന്. എന്നാ ചെയ്യാനാ? ഓടിച്ചിട്ട് തല്ലിക്കൊല്ലാൻ പറ്റുമോ? എന്നാ ചെയ്യേണ്ടെന്നൊരു പിടിയിൽ അദ്ദേഹം അങ്ങനെ അവകാശപ്പെടുക. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ പരിശുദ്ധ ബാബാതിരും എനിക്കില്ലാത്ത സ്വാധീനം എനിക്കുണ്ട് എന്ന് ഇട്ടാവട്ട ഒരു ക്യാമറയും വിട്ടിത്തങ്ങളുടെ ഘോഷയാത്രയും കൊണ്ട് നിർമ്മിച്ച് ഈ മലങ്കര സഭയെ അങ്ങ് തച്ചുടയ്ക്ക്. അച്ഛൻ ഉദ്ദേശിച്ച ആരെയാന്ന് എനിക്കറിയത്തില്ല. മലങ്കര ഓർത്തഡോക്സ് വിഭാഗത്തിൽ കാതോലിക്കോ മെത്രാന്മാർക്കോ കിട്ടുന്നതിനേക്കാൾ അധികം ഫീഡ്ബാക്ക് കിട്ടുന്ന മറ്റാളുകളുണ്ട്. സ്വാധീനം ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഏതൊരു മെത്രാപ്പോലിത്തയേക്കാളും, അല്ലെങ്കിൽ ഞാൻ അല്പം കൂടെ കടത്തി പറഞ്ഞാൽ, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പരമാധ്യക്ഷനായിരിക്കുന്ന ബസേലിയസ് മാത്യൂസ് മാർത്തോമൻ തൃതീയൻ കാതോലിക്ക ബാബാ തിരുമേനിയെക്കാളും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വിശ്വാസികളുടെ പൾസ് അറിയാവുന്ന, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വിശ്വാസികളെ അറിയാവുന്ന വ്യക്തി ഞാനാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാണ്. അഹങ്കാരം കൊണ്ട് പറയുന്നില്ല, ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഇന്ത്യൻ ഓർത്തഡോക്സിലെ മെത്രാച്ചന്മാര് നല്ല വേഷം ധരിച്ച് നല്ല കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്നല്ലാതെ നിങ്ങളുടെ വിശ്വാസികളുടെ പൾസ് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിശ്വാസികൾ, ശരാശരി വിശ്വാസികളിലെ ബഹുഭൂരിപക്ഷം വരുന്ന നിശബ്ദ ഭൂരിപക്ഷം ഈ കാതോലിക്ക വാഴ്ച അംഗീകരിക്കുന്നവരാണ്, അതിൽ സന്തോഷിക്കുന്നവരാണ്, അതിൽ സ്വകാര്യമായി അഭിമാനിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പൂർവികമായി മലങ്കര നസ്രാണികൾക്ക് യോജിച്ച വിധത്തിലുള്ള ഒരു വ്യക്തി കാതോലിക്ക ആയിരിക്കുന്നു. അതിൽ സന്തോഷമുണ്ട്. അവർ മനസ്സിൽ അവരുടെ കാതോലിക്കായിട്ട് ജോസഫ് മാർ ഗ്രിഗോറിയോസിനെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഫീഡ്ബാക്ക് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പൾസ് അറിയുന്നത്, ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവസാനം നിങ്ങൾ ഈ സുലോമോ എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ അവിടെയൊന്നും ആരെയും കാണാതെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ. അതുകൊണ്ട് അച്ഛനൊന്ന് ചെവിയെ നുള്ളി വെച്ചു, ബാക്കി നമുക്ക് കേൾക്കാം. ഒരാൾ പറയുന്നത് കേട്ടു, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ കാതോലിക്ക ബാബായ്ക്കുള്ളതിനേക്കാൾ സ്വാധീനം എനിക്കാണെന്ന്. എന്നാ ചെയ്യാനാ? ഓടിച്ചിട്ട് തല്ലിക്കൊല്ലാൻ പറ്റുമോ? എന്നാ ചെയ്യേണ്ടെന്നൊരു പിടിയിൽ അദ്ദേഹം അങ്ങനെ അവകാശപ്പെടുക. മലങ്കര സഭയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. തിരുമേനി സൂചിപ്പിച്ചു, മലങ്കര സഭയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം ഇതൊന്നും മലങ്കര സഭയുടെ ഗാത്രത്തിൽ ഒരു പുതിയ സംഭവമല്ല. പക്ഷെ നമ്മുടെ ചില പാവപ്പെട്ടവരുണ്ട് അച്ഛാ, ഇത് കാണുമ്പോൾ വേദനിക്കുന്ന ഒരു സമൂഹമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമൂഹമുണ്ട്. അവരൊക്കെ വളരെ വേദനയോടെ ബാബാ തിരുമേനി വിളിക്കാത്തതുകൊണ്ട് എന്നെ റോഡിയൊക്കെ വിളിക്കും. രാവിലെ സത്യം പറഞ്ഞ് അവരാണ് വിളിച്ചെഴുതിപ്പിക്കുന്നത്. അവർക്ക് ഭയങ്കര സങ്കടമാണ്. ഇത് കണ്ടോ ഇതല്ല ഞാൻ പറഞ്ഞേ. ഇപ്പൊ ഇത് കേട്ടോ, ഇദ്ദേഹം നടത്തുന്ന ഈ 10 മിനിറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം ആദ്യം പറഞ്ഞതിന്റെ കോൺട്രഡിക്ഷൻ ഇപ്പൊ പറഞ്ഞു. എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്ക്. ഈ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പൾസ് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞപ്പം അച്ഛൻ ആദ്യം പറഞ്ഞു, ആരാടാ നീ, ആരാ നിന്നെ ഓടിച്ചിട്ട് തല്ലും. എന്നിട്ട് ഇപ്പം പറയാണ് ഞങ്ങളെയൊക്കെ വെളുപ്പിന് ആളുകൾ വിളിച്ചെഴുന്നേപ്പിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രശ്നങ്ങൾ തുടങ്ങിയെന്നല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ശരി. ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ. ഇതാണ് അറിയാതെ സത്യം പുറത്തു വരും. അച്ഛാ ആ ഭൂരിപക്ഷത്താണ്, അതാണ് സൈലന്റ് മജോറിറ്റി. അവർ സത്യത്തെ സ്നേഹിക്കുന്നവരും പാരമ്പര്യത്തെ പുൽകുന്നവരും പൗരോഹിത്യത്തെ ബഹുമാനിക്കുന്നവരും അപ്പോസ്തോലിക നൽവരത്തെ ആശ്ലേഷിക്കുന്നവരും അപ്പോസ്തോലിക സംരക്ഷണത്തിന്റെ കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ദ അപ്പോസ്തോലിക് കവറിംഗ് എന്നാണ് പറയുന്നത്. അപ്പോസ്തോലിക് കവറിംഗ് ഇറ്റ്സ് എ മിസ്റ്ററി. അത് അച്ഛൻ ആദ്യം മനസ്സിലാക്കണം. യുവർ പീപ്പിൾ ഹാഡ് ലോസ്റ്റ് ദാറ്റ് ലോങ് ബിഫോർ. നിങ്ങൾക്ക് ആ പ്രൊട്ടക്ഷൻ ഇല്ല. കാണുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇത് വ്യാജമാണെന്ന് വിശ്വസിക്കാൻ കഴിയണം. ഇത് വ്യാജമാണെന്ന് വിശ്വസിക്കാൻ കഴിയണം. എങ്ങനെ വിശ്വസിക്കാ? ഇതെങ്ങനെയാ വ്യാജമാണെന്ന്? ഇതല്ലേ യഥാർത്ഥം. അപ്പൊ അച്ഛൻ പറയാ, നിങ്ങൾ അത് വിഷമിക്കും, നിങ്ങൾ വിശ്വസിക്കൂ, ഇത് വ്യാജമല്ല. എടാ മുറിക്കാത്തൊരു ആന വന്നിക്കുക. അപ്പൊ പറയും ഇങ്ങനെ ഒരു ആന ഇല്ലെന്ന് വിശ്വസിക്കൂ. ഇത് ചില ബന്ധക്കോസുകാര് ആ മുഴ അവിടെ ഇല്ലെന്ന് വിശ്വസിക്കുന്നൊക്കെ തങ്കുമൊക്കെ പ്രസംഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തമാശ. ഒരു കൂട്ടരുണ്ട്, അവരെവിടെ പറയാം, ഈ സഭയ്ക്കുള്ളിൽ സഭാ വാത്സല്യം തുളുമ്പൂന്ന് ചിന്തിക്കുന്ന ചില കൂലിക്കെടുത്തുകാരുണ്ട്. അവരെ കൂടെ കാണണം ഈ കൂട്ടത്തിൽ. എമോജോണത്തിനെ പറ്റിയായി പറയുന്നത് കേട്ടോണേ. അവർ പറയുന്നത് ഞങ്ങളാണ് ഏറ്റവും വലിയ സഭ. ചില നഷ്ടബോധക്കാർ, ചില അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവർ, ഇലക്ഷനിൽ തോറ്റുപോയവർ. കണ്ടോ പാവം, എമോജോണത്തെ ഇലക്ഷനിൽ നിന്ന് തോറ്റേനെ കുത്തുന്ന മോശമല്ലേ അച്ഛാ ഇതൊക്കെ. ഇലക്ഷനിൽ നിന്നിട്ട് ജയിക്കാൻ കഴിയാതെ പോയവർ, അങ്ങനെ ചില പ്രതിഭാസങ്ങളൊക്കെ ഇവിടെയുണ്ട്. അവർ നിർമ്മിച്ച ചില പ്രചരണങ്ങൾ അന്തരീക്ഷത്തിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ്. ഇതിന്റെ ചരിത്രം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇത് പറയാൻ, എഴുതാൻ. ഇവിടെ സൂചിപ്പിച്ചല്ലോ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇത് രണ്ടാക്കാൻ ഇനി ആരെ കൊണ്ടും കഴിയില്ല, ഒരാളെ കൊണ്ടും കഴിയില്ല ഇത് രണ്ടാക്കാൻ. അത് അച്ഛന്റെ ഒരു തെറ്റിദ്ധാരണയാണ്. അച്ഛനോട് ആരാ പറഞ്ഞ് രണ്ടാക്കാൻ പറ്റുന്നത്? അച്ഛൻ ഈ വഖഫ് ബോർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? എടാ നീ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ചോദിച്ചില്ല. നീ വഖഫ് ബോർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അച്ഛൻ അറിയാം അതിന്റെ സ്വത്തുക്കളെ സംബന്ധിച്ച്.
ഇന്ത്യയിൽ 1,30,50,000 പ്രോപ്പർട്ടി സ്വന്തമായിട്ടുള്ള വലിയ സംഭവമാണ്, വലിയ ട്രസ്റ്റാണ് വഖഫ് ബോർഡ്. അപ്പൊ വഖഫ് ബോർഡിനകത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ സുന്നി ഷിയ അങ്ങനെ 2-3 വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് 4 വിഭാഗങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് അതിനകത്തൊരു ഈക്വൽ റെപ്രസെന്റേഷൻ കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഈ 4 വഖഫ് ബോർഡ് ഉണ്ടായിക്കോളാൻ ഇപ്പൊ പുതിയ നിയമനിർമ്മാണം സജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നിയമമായി അച്ഛൻ ഇതൊന്നും അറിയത്തില്ലേ. അപ്പൊ ആ വഖഫ് ബോർഡിനെ പിരിക്കാമെങ്കിൽ പിന്നെ IOC എന്തു അച്ഛാ? അച്ഛൻ വിചാരിക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് ആൻ ഇൻഡിവിസിബിൾ എൻറ്റിറ്റി ഒന്നുമല്ല. ഇറ്റ് ഈസ് ഡിവിസിബിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് സോ ഫ്രജൈൽ, സോ ബി കെയർഫുൾ. ഓക്കെ, ചുമ്മാ തള്ളി മറിച്ചോണ്ടിരുന്നാൽ മതി.